നമ്മൾ ഇന്ന് പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയുള്ള ബുർജ് ഖലീഫയിലേക്കാണ്. വിത്ത് ഫുൾ ഫാമിലി ഉണ്ട്. നമ്മുടെ ഫാമിലി നാട്ടിൽ നിന്ന് പപ്പയും അമ്മയും ഉണ്ണിയും വൈഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരായിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ബുർജ് ഖലീഫയിൽ പോവാ, അതിന്റെ ടോപ്പിൽ പോവാ, നമുക്ക് നല്ലൊരു വ്യൂ, ദുബായിയുടെ പുതിയ വ്യൂ, ദുബായും പഴയ ദുബായൊക്കെ കാണാൻ പറ്റുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമ്മള് റംസാൻ മാസത്തിലാണ് പോണേ. അപ്പൊ നിങ്ങൾക്ക് കാണാം, അപ്പുറത്ത് ഭയങ്കര തിരക്കുണ്ട് റോഡില്. എല്ലാവരും തിരിച്ചു പോകുന്ന സമയമാണ് വീടുകളിലേക്ക്. നല്ല ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വെയിറ്റ് ചെയ്യാം. നമ്മൾ ഷാർജയിൽ നിന്നാണ് ബുർജ് ഖലീഫ, അതായത് ദുബായിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ട്രാവൽ ചെയ്ത് ഏകദേശം 10-15 മിനിറ്റായി. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ട്രാഫിക് ഇല്ലാത്ത നേരമായതുകൊണ്ട് നമ്മൾ ദുബായിലെത്തും. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇവിടുത്തെ ദുബായിലെ ടോൾ ഗേറ്റ്. ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിലെ പാലിയേക്കര ടോൾ ഗേറ്റാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ആകെ ബുദ്ധിമുട്ടി പോകുന്നൊരു ടോൾ ഗേറ്റാണ് ഈസി ആയിട്ട് ഇവിടെ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റുന്നതാണ് ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ദുബായിയുടെ 2 സൈഡും, അതായത് ഒരു സൈഡിൽ പുതിയ ദുബായും പഴയ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പഴയ ദുബായും, അങ്ങനെ ഒരു മിഡിൽ പോർഷനിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കരാമ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ദുബായ് ഫ്രെയിം കാണാൻ പറ്റും. വളരെ ദുബായിൽ സുപരിചിതമായിട്ടുള്ളൊരു ഏരിയ ആണിത്. നമ്മൾ പതുക്കെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് കിടക്കുകയാണ്. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ്. ഇത് സബീൽ 1 എന്ന് പറഞ്ഞിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഇങ്ങനെ പോകുന്നത് കാണാം. അത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1 ഇയർ മുമ്പ് അത് ഇനാഗുറേഷൻ ചെയ്തതാണ്. ഈ റോഡിലേക്ക് ഞാൻ പിന്നെയും വരാം. ഷെയ്ഖ് സായിദ് റോഡ് നിങ്ങൾക്ക് 2 സൈഡിലും നല്ല അടിപൊളി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ ഷെയ്ഖ് സായിദ് റോഡിൽ നമ്മളുള്ള ഡ്രൈവ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. അത് റീസെൻ്റ്ലി തന്നെ ഒരു 2-3 വർഷമായിട്ട് ഇനാഗുറേറ്റ് ചെയ്തൊരു സംഭവമാണ്. 2 ഡെക്കൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. നിങ്ങൾക്ക് ശോഭ റിയാലിറ്റിയുടെ ഒരു പരസ്യം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കാണാം. നമുക്ക് മലയാളികൾക്ക് അഭിമാനമാണ് PNC മേനോൻ്റെ ശോഭ. ദുബായിൽ ഒരു മാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഓരോ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ആളും ഒരു പ്രൊഡക്റ്റും തന്നെയാണ് ശോഭയുടെ ദുബായിൽ വരുന്നു എന്ന് പറയുന്നത്. ഇതേ നമ്മൾ പതുക്കെ ബുർജ് ഖലീഫയ്ക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഇങ്ങനെ ബുർജ് ഖലീഫ ഇങ്ങനെ മാനം മുട്ടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ബുർജ് ഖലീഫയ്ക്കുള്ള എക്സിറ്റ് എടുക്കുകയാണ്. നമ്മളൊരു റെസിഡൻറ്റിൻ്റെ എൻട്രി കൂടിയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. സാധാരണ ബുർജ് ഖലീഫയ്ക്കുള്ള വഴി അല്ലെങ്കിൽ ദുബായ് മാളിലേക്കുള്ള വഴിയല്ല, റെസിഡൻസിനായിട്ടുള്ള സെപ്പറേറ്റ് ഒരു എൻട്രി ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയുടെ വഴി നിയർ ബൈ ആയിട്ടുണ്ട്. അടുത്തൊരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസിഡൻസ് എൻട്രിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇത് ദുബായ് മാളിലേക്കും ബുർജ് ഖലീഫയ്ക്കുള്ള മെട്രോയ്ക്ക് കൂടെ വരുന്ന ആളുകൾക്കുള്ള ഒരു പാത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബുർജ് ഖലീഫയുടെ മെയിൻ എൻട്രൻസിലേക്ക് കയറി റെസിഡൻസിലുള്ള ചെറിയ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചുറ്റും അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾ രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കാണാം. നമ്മളൊരു ഉച്ച കഴിഞ്ഞൊരു 4 മണി 3 മണി സമയത്താണ് നമ്മളുടെ ഒരു വിസിറ്റിൻ്റെ ഒരു ടൈം വന്നിട്ടുള്ളത്. നമ്മുടെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നമുക്കൊരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മുടെ റെസിഡൻറ്റ് നമുക്കൊരു OTP കാര്യങ്ങളെല്ലാതും നമുക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടാവണം. ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതിവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടും. അതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ് വരുന്നത്. നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്ത് അവർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് വിടും. അങ്ങനെ എല്ലാം ഓക്കെ, നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ചെറിയൊരു റൗണ്ട് അബൌട്ടാണ്. നമ്മൾ പപ്പയും മമ്മിയും വൈഫും കൊച്ചൊക്കെ ആദ്യമായിട്ടാണ് ബുർജ് ഖലീഫയിൽ ഇത്ര അടുത്ത് കാണാൻ പോകുന്നത്. നമുക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ.
ഇപ്പോൾ ഒരുപാട് പേര് ചിത്രത്തിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ അടുത്തേക്കാണ്, വേൾഡ് ഫേമസ് സ്ട്രക്ചർ എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ വണ്ടി ഇവിടെ വാലേ പാർക്കിംഗ് ആണ്. നമ്മളിവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർവീസ് ടീം വന്നിട്ട് അവർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് വണ്ടി ഇതേ പൊസിഷനിൽ തന്നെ അവർ ഇട്ട് തരും. താഴത്തേക്ക് നമ്മൾ മേലെ നിന്ന് ക്യാമറ നോക്കിയിട്ട് തന്നെ നമുക്ക് മുകളിലേക്ക് നമുക്ക് എത്തുന്നില്ല. നമ്മൾ പതുക്കെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ളവർ ഇതിനകത്തേക്ക് വരുന്നുണ്ട് ഗസ്റ്റുകളായിട്ട്. കണ്ടില്ല, ദ റെസിഡൻസ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമ്മൾ കയറുന്നത്. വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ പാസ്സൊക്കെ കൊടുത്ത് നമ്മൾ ഏത് ഫ്ലോറിലേക്കാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരാളെ വിട്ടിട്ട് അവർ നമുക്ക് ലിഫ്റ്റിലേക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് പോകേണ്ടത് 71st ഫ്ലോറിലേക്കാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ആക്സസ് കാർഡായിട്ട് നമ്മുടെ കൂടെ ഒരു പേഴ്സൺ വരും. ആ പേഴ്സൺ നമുക്ക് ഈ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് തരും. ഇൻക്ലൂഡിങ് ആ ഫ്ലോറിലേക്കുള്ള ആ നമ്പർ വരെ ആൾ അതിനകത്ത് പഞ്ച് ചെയ്തിട്ടാണ് നമ്മളെ ആക്കുക. നല്ല അടിപൊളി സർവീസാണ്. നമുക്ക് എന്തായാലും ഈ ഒരു തരത്തിലുള്ള സർവീസ് നമുക്ക് ബുർജ് ഖലീഫയിൽ നിന്ന് അത് നല്ലൊരു പ്രോപ്പർട്ടി ടീമിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. വളരെ ക്വിക്കായിട്ടുള്ള എലവേറ്റേഴ്സാണ്, അതായത് ലിഫ്റ്റാണ് നമുക്ക് ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 71st ഫ്ലോറിലേക്ക് എത്താൻ പറ്റും. 2 ലിഫ്റ്റായിട്ടാണ് നമ്മൾ പോകേണ്ടത്. ആദ്യത്തെ 43 ആണ്. 43യിൽ നിന്ന് നമ്മൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ അവിടുത്തെ ഒരു ടീമിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഏതൊക്കെയാണ് നമ്മുടെ ആക്സസും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ ആൾ നമ്മളെ അടുത്തൊരു എലവേറ്റർ ത്രൂ ആണ്, ലിഫ്റ്റ് ത്രൂ ആണ് നമ്മളെ മുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുള്ള കോഡ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്ന് നമുക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് തരികയാണ്. അങ്ങനെ നമ്മൾ 71st ഫ്ലോറൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. നമ്മൾ എത്തി, നമ്മുടെ 71st ഫ്ലോറിലെത്തി. ഇനി നമ്മുടെ ഗസ്റ്റിൻ്റെ വീട്ടിലേക്കാണ്. ഗസ്റ്റിൻ്റെ വീണ്ടും ഭാഗത്ത് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവരൊരു പ്രൈവസി കാര്യങ്ങളും പിന്നെ ഒരു റംസാൻ മാസത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ അവരുടെ വീഡിയോകളൊന്നും എടുക്കുന്നില്ല. അതിന് പുറത്തുനിന്നുള്ള വീഡിയോ നമുക്ക് പകർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരുടെ മെയിൻ ഹാള്, അത് ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. നിങ്ങൾ താഴെ കാണുന്നത് ദുബായ് മാളാണ്. അതിൻ്റെ വാട്ടർ ഫൗണ്ടൻ, നിങ്ങൾക്ക് രാത്രി നല്ല ഡിസ്പ്ലേ ലൈറ്റിൽ കാണാൻ പറ്റുന്ന വാട്ടർ ഫൗണ്ടൻ്റെ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കാണുന്നത്. ആ ഒരു പൂളും വാട്ടർ ഫൗണ്ടനും അത് അടിപൊളിയാണ്. MR പ്രോപ്പർട്ടീസിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിന് ചുറ്റും കാണാം. നല്ല അടിപൊളി ബിൽഡിങ്ങും ദുബായ് മൊത്തം നല്ല സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്ന് കാണാം. ഇതൊരു സൈഡാണ്, ബുർജ് ഖലീഫയിൽ നോക്കുമ്പോഴുള്ള ഒരു സൈഡാണ്. ഇവരെ വീട്ടിലെ ഹാൾ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ തന്നെ നമുക്ക് എന്തായാലും പറയേണ്ടി വരും. പിന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയാൻ വേണ്ട, ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്തില്ല. രണ്ടും 2 ബ്യൂട്ടിയാണ്. രാവിലെ നമുക്കൊരു വ്യൂ, രാത്രി ഒരു വ്യൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 123ലേക്ക് നമുക്ക് പോവാം. കാരണം ഇവിടുത്തെ ഒരു റെസിഡൻറ്റിൻ്റെ ഒരു ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ദുബായ് ഫ്രെയിമാണ് നിങ്ങൾ അറ്റത്ത് കാണുന്നത്. പിന്നെ മറ്റ് വീടുകളും കാര്യങ്ങളും ഒരുപാട് വില്ലാസും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒരു ഐഡിയ തരുന്നു മാത്രം. നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒരു സംഭവമാണിത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ 123rd ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അവിടെ നമ്മുടെ വീട്ടിലെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ അവിടുത്തെ ഒരു ഇത്ത നമ്മളെ കൊണ്ടുപോവാണ്. കാരണം അവരുടെ ആക്സസ് കാർഡും അവരുടെ ഫേസ് ഡിറ്റക്ഷനൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്കുള്ള ഒരു ആക്സസ് നമുക്ക് കിട്ടുള്ളൂ. സോ ആളുടെ ഒരു ഹെൽപ്പോട് കൂട്ടിയിട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ നമ്മൾ 123rd ഫ്ലോറിലെത്തി. ജസ്റ്റ് ഒരു 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇതൊക്കെ നമ്മൾ സൂപ്പർ സ്പീഡുള്ള എലവേറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആൾ നമുക്ക് ആക്സസ് കാർഡ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രൻസും ആ ഡക്കിലേക്ക് നമുക്ക് കയറാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നമ്മുടെ ID കാർഡ് കൊടുത്ത്, ഈ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ID കാർഡ് കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ടീ, കോഫി, ജ്യൂസസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അത് അടിപൊളിയായിട്ട് എടുത്ത് ആ സൈഡിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാം. ഇവിടെ നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇരിക്കാം. നമുക്ക് മീറ്റിങ്ങുകളോ മറ്റ് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ അറ്റൻഡ് ചെയ്യാം. കണ്ടില്ല, കപ്പൽ വരെ ഒരു ബുർജ് ഖലീഫ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേബലിംഗ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റാറ്റസോ കാര്യങ്ങളൊക്കെ ഇടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ഇവിടെ വന്നിരുന്നിട്ട്. ഇത്
എമൗണ്ട് കൊടുത്ത് നമുക്ക് കയറാം. റെസിഡൻ്റ് അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭയാനകമായിട്ട് തോന്നില്ല. എല്ലാം ഭയങ്കര നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ബുർജ് ഖലീഫയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈയിങ് ഒരു എഫക്റ്റുകൾ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 123ാമത്തെ നിലയിൽ നിന്ന് നിലത്തേക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആയിട്ട് നമുക്ക് തോന്നില്ല. ഭയങ്കര നാച്ചുറലായിട്ടും ഭയങ്കര അടിപൊളിയായിട്ടാവും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രത്യേക എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി പോലെ എടുത്ത് ജസ്റ്റ് പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും ബിൽഡിങ്സ്, ഫേമസ് ബിൽഡിങ് നമ്മുടെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ നമുക്ക് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൾ പറഞ്ഞു നിങ്ങൾ 2 പേര് ഇരിക്കുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി ഇരിക്കുക, ആൾ ചെറിയൊരു വീഡിയോ എടുത്ത് തരാം, താഴത്തേക്ക് നിൽക്കുന്ന വ്യൂ കിട്ടുന്ന പോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു ക്യാപ്പുച്ചീനൊക്കെ എടുത്ത് കുടിച്ച്, വൈഫ് ജ്യൂസ് എടുത്ത് കുടിച്ചു. നമ്മളിനി താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. താഴത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് റെസ്റ്റ് റൂമിൽ നിന്ന് കാണിച്ചു തരാം. ബുർജ് ഖലീഫയുടെ റെസ്റ്റ് റൂം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു റെസ്റ്റ് റൂമാണ്. ഇത് മെയിലിൻ്റെ ആണ്. ഇതേപോലെ തന്നെയായിരിക്കും ഫീമെയിലിൻ്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളം ഹാൻഡിക്യാപ്പിനും ഉപയോഗിക്കാൻ, ഇപ്പോൾ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവർ ഒരുക്കിയിട്ടുള്ളതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ദുബായ് മാളിൻ്റെ താഴത്തെ ഫൗണ്ടൻ്റെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും അടിപൊളി ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പിടിക്കാനുള്ള സംഭവം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഹാൻഡിക്യാപ്ഡ് ആളുകൾക്കും വയസ്സായ ആളുകൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഹാൻഡിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ 23rd ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഹോട്ടലുണ്ട്. ഇവിടെ നമുക്ക് ബുക്കിംഗ് ത്രൂ മാത്രമേ ഈ ഹോട്ടലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ കയറാനോ ഭക്ഷണം എടുക്കാനോ ഉള്ള സൗകര്യം ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഇത് സീസണലിൻ്റെ ഭാഗമായിട്ടാണോ അല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാറുണ്ട് എന്നും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. ഇത് റെസിഡൻസിന് ആക്സസ് ഉള്ള ഇവരുടെ ദുബായ് മാളിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ചെറിയ ഗാർഡനും ചെറിയ ഫൗണ്ടനും ചെറിയ പാർക്കും ഇവിടേക്ക് ആവശ്യമുള്ള ചെറിയ നഴ്സറിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. കണ്ടില്ല, നല്ല ഗ്രീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല വെള്ളത്തോട് കൂടിയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു മരുഭൂമിയാണ് ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും. അപ്പം നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്വർഗം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം എത്ര മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ഡിസൈനും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ അങ്ങറ്റത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടുത്തെ റെസിഡൻസിന് മാത്രമാണ്. ഇത് പബ്ലിക്കിന് അലൗഡ് അല്ല. റെസിഡൻസിനും വിസിറ്റേഴ്സിനും അവരുടെ വിസിറ്റേഴ്സിനും ഈ ഒരു ഏരിയയിലേക്ക് വരാം. അപ്പോൾ അവരുടെ ഒഴിവ് സമയം കുട്ടികൾക്ക് മറ്റൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിന് വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഏരിയ യൂസ് ചെയ്യാം. ഇവിടെ കാണാൻ നമുക്ക് ബുർജ് ഡേ കെയർ എന്ന് പറഞ്ഞ ഒരു നഴ്സറി. അപ്പോൾ ഇത് ഓപ്പൺ ആയിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ വന്ന ചേട്ടൻ എനിക്കത് ഓപ്പൺ ചെയ്തു തന്നു. ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു നമ്മളിപ്പോൾ കാണുന്ന പോലെ നാട്ടിലത്തെ നഴ്സറിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സെറ്റപ്പ്. ഇപ്പോൾ എയർപോർട്ട് ലോഞ്ചിൽ നമ്മുടെ കുട്ടികളുടെ കിഡ്സ് ഏരിയ ഒക്കെ കാണുന്ന പോലത്തുള്ള രീതിയിലാണ് നമ്മളിത് ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. സോ ഗായ്സ്, അതായത് നമ്മുടെ ബുർജ് ഖലീഫ വിസിറ്റ്. അപ്പോൾ നമുക്ക് 3 തരത്തിൽ നമുക്ക് ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറാം. ഒന്ന്, നമുക്ക് നോർമൽ ടിക്കറ്റൊക്കെ നമുക്ക് എടുത്ത് താഴെ കൗണ്ടറിൽ ബുർജ് ഖലീഫ ടോപ്പിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കയറാം. നമുക്ക് 125 ഫ്ലോറിലേക്ക് പോവാം, നമുക്ക് 150 ഫ്ലോറിലേക്ക് പോവാം, 175 ഫ്ലോറിലേക്ക് പോവാം. അങ്ങനെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ അറ്റ്മോസ്ഫിയർ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിനകത്ത്. അതിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് എനി ചാർജസ് നിങ്ങൾക്ക് ബുർജ് ഖലീഫയിൽ കയറാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഏതെങ്കിലും അവിടുത്തെ
റെസിഡന്റ് നമ്മുടെ റിലേറ്റീവ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു പാസ്, ആക്സിസ് കാർഡും പാസ്സൊക്കെ വഴി നമുക്ക് ബുർജ് ഖലീഫയുടെ ഈ ഒരു 123rd 124th ഫ്ലോറിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് കയറേണ്ട, റൂഫ് ടോപ്പിലേക്ക് പോകേണ്ടതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയണത് 12 years ആണ്. 12 years ആൻഡ് അബവ് ഉള്ളവർക്കാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ്, വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ താങ്ക് യു. നമ്മളെ ഇപ്പോൾ വന്ന വീട്ടുകാർക്ക് നമ്മുടെ നോമ്പിൻ്റെ റമദാൻ ടൈമിൽ വന്നേ. അപ്പോൾ നമ്മളെ അവർ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ അവരുടെ ഫാമിലിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടാണ് ഷാഹുൽ ഹമീദ് എന്നാണ് ആളുടെ പേര്. ആളുടെ മക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ പേരിലാണ് ഈ ബുർജ് ഖലീഫയുടെ അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. സോ മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. ബൈ.